Hello everyone, welcome back to our channel. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഓറഞ്ച് ഓയിലിൻ്റെ പ്രിപ്പറേഷൻ. നമ്മൾ സാധാരണയായിട്ട് കാച്ചിയ എണ്ണയൊക്കെ തേക്കാറുണ്ട്. പക്ഷേ ഈ ഓറഞ്ച് ഓയിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ കുറച്ച് അധികം ഗുണങ്ങളാണുള്ളത്. vitaminC റിച്ച് ആണ്. ഫേസിലും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്യാം. മുടിക്കും നല്ല വളർച്ചയ്ക്ക് നല്ലതാണ്. ഫേസ് നല്ലതായിട്ട് ടോൺ ചെയ്ത് കിട്ടാനും നല്ലതാണ്. ഇതിലൊക്കെ അപ്പുറം എനിക്ക് ഈ ഓയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ കുളിച്ചിട്ട് വന്നാൽ കൂടി നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലായിരിക്കും മുടിക്കുള്ളത്. അതുപോലെ തന്നെ മുടി നല്ല ഷൈനി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് അധികം പൈസയൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ആകെ വേണ്ടത് കുറച്ച് ഓറഞ്ചാണ്. എന്തായാലും നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളയാണ്. അപ്പോൾ നമ്മളത് എടുത്ത് വയ്ക്കുക. ഇപ്പം ഞാൻ 3 ഓറഞ്ചിൻ്റെ ഓൾറെഡി അതിൻ്റെ തൊലി പുറന്തോട് നന്നായിട്ടൊന്ന് പീൽ ചെയ്ത് എടുത്ത് വച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പീൽ ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് പീലർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രേപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സ്ക്രേപ്പ് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ മുകളിൽ നിന്ന് നമുക്കിതുപോലെ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഇറക്കി ആ ഒരു സ്പഞ്ചി ആയിട്ടുള്ള ഒരു ഭാഗം കിട്ടണം എന്നില്ല. ആ മുകളിലത്തെ ആ തോട് മതി. ഈ ഒരു തോട് vitaminC റിച്ച് ആണ്. നമുക്കറിയാം, ഇപ്പോൾ നാരങ്ങയൊക്കെ തേച്ചിട്ട് മുടിയൊക്കെ നന്നായിട്ടൊന്ന് നാരങ്ങ വെച്ച് വാഷൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി നല്ല ഷൈനി ആയിട്ട് ആ ഒരു ദിവസത്തേക്കൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലോ. പക്ഷേ ഈ ഒരു ഓയിൽ തേക്കുവാണെങ്കിൽ നല്ല ഷൈനി ആയിരിക്കും, റഫ് അല്ലാതെ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും മുടി. അപ്പോൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. നല്ല സ്മെല്ലുമാണ്. ഈ ഒരു റിസൾട്ട് അപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങുന്ന അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. പിന്നെ മുടി വളരുന്ന കാര്യമൊക്കെ കുറച്ചധികം യൂസ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് വളരും. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ഫുള്ള് എസൻസ് ആ എണ്ണയിലേക്കൊക്കെ ഇറങ്ങുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. വെള്ളം ഒട്ടും ഇല്ല ഈ ജാറിലൊന്ന് ഉറപ്പാക്കണം കേട്ടോ, ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ വെള്ളം എങ്ങാനും അടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ ചീത്തയായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ മുകളിലും കഴുകി അപ്പം തന്നെ ഒന്നും ഉപയോഗിക്കരുത്. കഴുകി ഉണക്കിയ ശേഷം മാത്രം പീൽ ചെയ്തെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ഇല്ലെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇത് ഇരുന്നോളൂ കേട്ടോ. അപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഓവനിൽ വെക്കാൻ പറ്റുന്ന ബൗളാണ്. അപ്പോൾ അതുപോലെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കുക. നമ്മൾ ഡബിൾ ബോയിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാവരുടെയും നാട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് വെളിച്ചെണ്ണ. അപ്പോൾ നിങ്ങൾക്ക് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈസ്റ്റേണിൻ്റെ വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ നിങ്ങൾ ഒലിവ് ഓയിലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊന്ന് വെച്ച് എണ്ണ കാച്ചരുത്. ചെറുതായിട്ട് ചൂടാക്കി മസാജ് ഓയിലായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അത് എണ്ണ കാച്ചി തേക്കുന്നത് നല്ലതല്ല കേട്ടോ. ഞാനിപ്പോൾ ഈക്വൽ എമൗണ്ടിൽ എണ്ണ എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത ഓറഞ്ചിൻ്റെ ഒപ്പം തന്നെ എണ്ണ കുറച്ച് അധികവും കൂടിയാണ്. നമുക്ക് ഇത്ര അളവിൽ എടുക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ എടുക്കുക. ഒത്തിരി ഉണ്ടാക്കി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. എങ്ങാനും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചീത്തയായി പോയാലോ, അതുകൊണ്ടിട്ട് ഒരു മാസത്തേക്കുള്ളതോ 1.5 മാസത്തേക്കുള്ളതോ ഒരുമിച്ച് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ വരെ വെള്ളം വയ്ക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ച് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി കിട്ടണം. എണ്ണ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓറഞ്ചിൻ്റെ ആ കളറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട്. ഒരു കറക്റ്റ് 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കളർ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണല്ലോ ബോട്ടിലേക്ക് മാറ്റുന്നത്. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അതിൻ്റെ ഫുള്ള് കളറ് എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി തണുക്കാൻ വേണ്ടി വയ്ക്കുവാണ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഓയിൽ. ഇപ്പോൾ തന്നെ നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ മണം ഇഷ്ടമല്ലാത്ത ആരാണുള്ളത്? ഈ ഒരു അടുക്കള മൊത്തം ഈ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലാവും ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ.
അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ഷൈനി ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള ആ ഒരു മുടി. അപ്പോൾ അത് എനിക്ക് വേറെ ഏത് എണ്ണ ഉപയോഗിച്ചിട്ടും ഇതേ ഒരു ഫീൽ കിട്ടിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രഷ് ഫീലാണ് കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴും, റിഫ്രഷിങ് സ്മെല്ലായതുകൊണ്ടിട്ട് തന്നെ. അതുപോലെ നമ്മൾ തൊട്ട് നോക്കുമ്പോഴാണെങ്കിലും മുടി നല്ലപോലെ ഷൈനി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കാണും. നമ്മൾ സാധാരണ ലെമണൊക്കെ തേച്ച് കഴുകി കളയുന്ന ആ ഒരു ഫീല് തന്നെ ഒരു പാക്കൊക്കെ ഇട്ട അതേ ഫീല് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗുണമുള്ളതാണ്. വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. വൈറ്റമിൻ സി സിറത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഓയിലൊന്നും മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ലോങ് ലൈഫിന് വേണ്ടിയിട്ടും ഈ ഒരു എണ്ണ കുറച്ചുകൂടി ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ടും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പുറത്ത് തന്നെയാണ് സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ അടിപൊളി ഫ്രാഗ്രൻസ് ഉള്ള നല്ല സൂപ്പർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.